അളിയോ ചാരുട്ടിയും അളിയനും അവരൊക്കെ വന്നിട്ട് ഇട്ടോടെ. ചാരുട്ടി ഹായ് ഹായ് ഹായ്. ചാരുട്ടിന്റെ കയ്യിലെന്താ ഉള്ളത്? പറ എന്തൊക്കെയാ ഉള്ളത്? സ്പൈഡർമാനോടാ ചാരുട്ടിയാ? ഇതാണ് എൻ്റെ വീട്. നമ്മളെ വണ്ടി തോടുണ്ട്, ബൈക്ക് അവിടെ ഉണ്ട്. നമ്മളെ അളിയനാണ് കേട്ടോ, വൈഫിൻ്റെ ഏട്ടനാണ്. എവിടെ എന്താ പറയൂ, അതിന്റെ കൂടെ വൈ ചേരുമ്പോ എന്ത് ആലോചിച്ച് അവിടെ ക്ലൂ കൊടുക്കൊന്നും വേണ്ട. അതാണ് വലിയ ക്ലൂ. ആ പി എച്ചിന് എന്താ പറയാ, അതിന്റെ കൂടെ വൈ ചേരുമ്പോ എന്താ പറയാ, അതാണ് ഏറ്റവും വലിയ ക്ലൂ. ഇതിപ്പോ ഈ എപ്പി കിട്ടിയില്ലേ, ബാക്കി അതാണ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീടും നാടൊക്കെ ഒന്ന് കാട്ടി തരാം കേട്ടോ എല്ലാവർക്കും. ഓക്കെ, എന്നാട്ടെ കേസ് ഞങ്ങളുടെ വീടിൻ്റെ പേര് സജിന നിവാസ കേട്ടോ. എൻ്റെ പെങ്ങളുടെ പേരാണ് സജിന. വൈഫിൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. ഇത് ചാരുട്ടി ഉണ്ട്, ഇതാ എൻ്റെ അച്ഛനും വന്നത് കേട്ടോ. ഇതാണ് ഞങ്ങളെ നാട്. ഇവിടെ ഓക്കെ, ചാരുട്ടി ചാരു എങ്ങട്ടാ പോടേ? അതാണ് പി കെ സി ലൈഫ്. ഞങ്ങൾ നാടാണ് കേട്ടത് കേസ്. ഈ മരത്തിൻ്റെ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ ലൈവ് ഇടാറ് ഞായറാഴ്ചയൊക്കെ. ഇവിടെ നല്ല തണലാണ്. ചാരിട്ടി വാ, നല്ല നല്ല പതുക്കെ ആടാ പിടിക്കാം. അവിടെ ചളി വെള്ളാടാ, നല്ല വെള്ളം ഉണ്ട് നമ്മളെ കിട്ടുള്ളൂ. ദേവട്ടി ദേവട്ട അങ്ങോട്ട് വയ്ക്കാം, ദേവട്ടി ഇങ്ങോട്ട് വയ്ക്കാം. ഇതൊക്കെ നല്ല മീൻ കിട്ടോ ഗൈസ്. ചാരുട്ടി ചാരുട്ടി ആയറാ വാളിയാണ് കേട്ടോ. എന്താ എന്ത് പോവാണ് കളർ എന്താ ചാരുട്ടി പറഞ്ഞ? പൂവിൻ്റെ കളർ മഞ്ഞപ്പൂ. തലയിൽ കൊണ്ടുണ്ടോ ആർക്കാ ആമ്പലം വേണോ? ഇതാണ് കേട്ടോ നമ്മളെ ആമ്പലക്കുളം ഉണ്ടോ? എടാ അവിടെ നല്ല ആണ്ട് കേട്ടോ, അവിടെ പോലെ ആമ്പല 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 കൈ എടുക്കണല്ലോ. ഇങ്ങോട്ട് എല്ലാരും
ആമ്പല ആമ്പല എന്താ ഗൈസ് ഇവിടെ തേങ്ങ ഒന്നും ആർക്കും വേണ്ട. ഇവിടെ അങ്ങനെ വീണ് നടക്കും കേട്ടോ തോട്ടിലൊക്കെ. അത് തേങ്ങ വേണോ? ബദല്ലേ അവിടെ ബദം കിട്ടിയ കാടിയാ ബദാം. ഇവിടെ ബദാം ഇഷ്ടം പോലെ മരം. ഈ കയറിയാ നമുക്ക് നടന്ന വീഴരുതാ. ആയി ദേവട്ട നടന്ന് അക്കരയ്ക്ക് പോയേ. ദേവട്ടി ഇല്ലടാ ആഴില്ലാത്തതല്ലേ. എടാ ദേവട്ട പറഞ്ഞേക്കണ്ട. കേട്ടോ അമ്മാരി നല്ല ലുക്കില്ല ഇത് കൂടെ കാണുമ്പോ. ഞാനും കൊണ്ട് വയ്ക്കാം. കണ്ടോ ഗൈസ് ഇളനീര് നല്ല ഇളങ്കാറ്റിലാടുന്ന കൊലകൾ കണ്ടോ. കാറ്റില്ല കേട്ടോ ഗൈസ്. എൻ്റെ സൗണ്ട് റെഡി ആയില്ല കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് സൗണ്ട് ഇങ്ങനെ തന്നെയാണ് ഗൈസ്. എന്താണെന്ന് അറിയില്ല, എപ്പോഴാണ് റെഡി ആവാൻ അറിയില്ല. ഞാൻ കളിച്ച് നടന്ന പാടമാണ് കേട്ടോ ഇവിടെയൊക്കെ. ഇവിടെയാണ് ഞങ്ങൾ കളിച്ചത്. ഇവിടെ പിന്നെ അവിടെ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇതാണ് ഇളങ്കാറ്റിലാടുന്ന ചെന്തെങ്ങിൻ കൊല കേട്ടോ. അവിടെ ചെന്തെങ്ങിൻ്റെ കൊല ഉണ്ട്. എന്താ ഉണ്ടോ എന്തിനാ എനിക്ക് എവിടേക്ക് ഇവിടെ വേറെ ചെന്തെങ്ങിൻ കേട്ടോ. ഇതൊക്കെ അവിടെ വയ്ക്കുക. ഇളങ്കാറ്റിലാടുന്ന ചെന്തെങ്ങിൻ കൊല കണ്ടോ ഗേസ്. ഇവിടെ ഒരു തെങ്ങിതാ, ഇവിടെ ഒരു കൊലതാ. എല്ലാ വഴി ഇങ്ങോട്ട് കഥാലേ ഞങ്ങളിപ്പോ പോവും. അറിയാതെ കാട്ടി എന്താത്ത മനസ്സിൽ നിൽക്കണ്ടേ. ആദ്യം ഇപ്പൊ ഉണ്ടോ അറിയില്ല.
നമ്മള് കളിക്കാറുന്ന ഗ്രൗണ്ടാണ് ഇട്ടത്. അവിടെ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് കളിക്കാറുന്ന സ്ഥലം. സ്കൂള് പഠിക്കുമ്പോൾ ഫുള്ള് ഇവിടെ തന്നെയാണ്. രാവിലെ വന്നാലേ വൈകുന്നേരം പോവുക. രണ്ട് നായ്ക്കൾ ദേവട്ടാ എൻ്റെ ബാക്കിലൂടെ നായ്ക്കൾ ഉണ്ട് അവിടെ. എന്നാ അവിടെ വരെ പോകുന്നു. അവിടെ കിടന്നു ആർക്ക് എന്താണ് ദേവട്ടിയെ ഇതട്ടോ വഴി ഒന്നാക്കാരാ. നിങ്ങളെ കണ്ടിട്ട് കുറെ കാലായി അല്ലേ? ഇടയ്ക്ക് ഇങ്ങനെ ഇത് കൂടെ പോകാൻ കാണുന്നുണ്ട്. ഞാൻ പോവില്ല, ഇപ്പം കടലുണ്ടി അല്ലേ. കടലുണ്ടി ഞാൻ ബസ്സിൽ വർക്ക് ചെയ്യാണ്. പിന്നെ ഒരു ഓട്ടോറിക്ഷ ഉണ്ട്, ഓട്ടോ ഓടിക്കും. ഇതിപ്പോൾ എത്ര അടി വഴിയുണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട്? 8 അടി. ആ അങ്ങോട്ടുണ്ടല്ലേ? ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടും കൂടിയുള്ള അയലരാ. അപ്പോൾ 8 അടി പറഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വണ്ടി കൊണ്ടുപോകാരാ. പക്ഷേ ഇത് കിട്ടണരാ. ഇതട്ടോ മീനുണ്ടോ? മീനുണ്ടോ അതിൽ? പുളക്കുണ്ട്. ഇത് രാത്രി കണ്ടാ പേടിച്ചതല്ല, അത് റെയിൻകോട്ട് ഇട്ട് ഇരുട്ടത്ത് ഇങ്ങനെ നിൽക്കുന്നു. അറിയാത്ത ആൾക്കാരെ വരും പേടിച്ചു കിട്ടോ. കാരണം വെളിച്ചടിക്കുമ്പോ അതിങ്ങനെ ഇതാവും. പേതോ എടാ പേതോടെ അതാരാ അങ്ങനെ വെച്ചിങ്ങനേ? അവിടെ എന്താ പടുതക്കൊള ദാർപ്പായിട്ടിട്ടുണ്ടാക്കിയതാ? ചാരു ഏട്ടന്മാര് കളിക്കാൻ വേണ്ടിട്ട് പോസ്റ്റാണ്. അച്ഛനോ? അച്ഛൻ വീട്ടിലുണ്ട്. അവിടെ നിക്ക് മോനെ, അച്ചപ്പറ്റൊരു ഇതൊന്നും എടുക്ക. എങ്ങനെ ഇങ്ങോട്ട് കടക്കാൻ നിക്കുന്നുള്ള അതാ സൂപ്പറാണ്. അതിങ്ങനെ അവിടെ വരെ പോകാൻ ഏട്ടങ്ങള് വേണ്ടാത്ത നിക്കലേക്ക് കണ്ടിട്ട് വെച്ചാൽ ഞാൻ കൊടുക്കും. മക്കളെ അത് കൊടുക്കും ഞാൻ. ഇങ്ങനെയൊന്നും അല്ലടാ, നമുക്ക് പോണ്ടേ. മുമ്പിന്റെ മാരേടാ, നിങ്ങൾ അപ്പുറത്തൂടെ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടുമ്പോ നിങ്ങൾ അപ്പുറത്തൂടെ നടന്നു കൂടെ പോരി കേട്ടോ. ആരോഗ്യത്തിനാണ് അനിയരാവുന്നത്. ഈ ഫോണൊക്കെ ഞാൻ കറക്റ്റ് കൊടുക്കണം. കുറച്ചും കൂടെ അങ്ങോട്ട് പോയിക്കോളി, അതിലങ്ങോട്ട് നടന്നും കൂടി പോയി.
ചെന്തെങ്ങിന്റെ കൊല കേട്ടോ. നടന്നോ? പക്ഷെ എന്താ അറിയോ, ഫോട്ടോ അതിൽ 6-ാം നമ്പറിനകത്ത് ഡയലോഗ് ഇല്ല. 6-ാം നമ്പറിൽ ലാലേട്ട മഞ്ജു പറഞ്ഞ ആദ്യമായിട്ട് കാണാൻ. ഇത് തുറന്നു വരുമ്പോഴുള്ള അതല്ലേ അതല്ല കിലോവനാ നല്ല ചെറുങ്ങനെ നോക്കി ഇവിടെ നിൽപ്പനി അച്ഛനോട് ഈ മഴ പെയ്യുമ്പോ ഒരുപാട് മണ്ണിന്റെ അടിയിലൊക്കെ തന്നെ ഉണ്ടാകുന്ന കുറെ ജന്തുക്കളും തവള നമ്മള് കാർത്തിക്കുട്ടിന് കുറച്ച് മീനെ വേണം പറഞ്ഞിട്ട് ഇതിനെ പിടിക്കാൻ പോകും കേട്ടോ. ഇതിന്റെ വല ഉണ്ടായി, വല മറ്റേ ദേവട്ടം കണക്കി കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഈ കേടായി തരിപ്പുള്ളൂ കേട്ടോ. അങ്ങോട്ട് നോക്കടാ, അങ്ങോട്ട് നോക്ക്. എടാ പിടിച്ച് കൊല്ലല്ലടാ. ഓക്കെ ഒരു ബോക്സ് ഉണ്ട്. രണ്ടെണ്ണം മതി. അത് പെറ്റി വരിക്കോളും. ഇതിനെ തിന്നോന്ന് അറിഞ്ഞൂടാ. എടാ അതിനടുത്ത് വേറൊന്നും വെച്ചാ കവറ് എന്ത് വെച്ചോ, അല്ലെങ്കിൽ അല്ല ഈ സാധനം വെച്ചെന്നാല് വെച്ചാ, അല്ലെങ്കിൽ അത് തുറന്നാ ഒന്നുകൂടെ ഉണ്ടായിരുന്നല്ലോ ഇതിന്റെ. എടാ താത്തണ്ടോ? താത്ത ചാരട്ടി ചാച്ചുണ്ടോ? എങ്ങോട്ടാ പോണേ? മീനെ അവിടെ ഡിക്കിയിലിട്ട് അതിന്റെ പിന്നെ വരാണ്ടല്ലോ അല്ലേ നിങ്ങക്ക് കൂടെ അല്ലേ? നല്ലതാണ്. ചാരട്ടി ചാച്ചാ ഓരത് കഴിയാണ്ട് എടുത്തില്ല. അവിടെ ചാരട്ടിനോട് പറയേ, ചാരട്ടിനോട് പറയേ. ചാരട്ടി ചിഞ്ചുവിൻ്റെ ഏട്ടനും അമ്മയും അച്ഛനും കൂടി ചിഞ്ചുവിന് ഓണത്തിന് ഡ്രസ്സ് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇവിടെ ഒരു ഓണത്തിൻ്റെ തലേന്നാണ് വരല്. ഇന്ന് കുറേ പരിപാടി ഉണ്ട്. ഓണത്തിൻ്റെ തലേന്നുള്ള ഞായറാഴ്ചയൊക്കെ ഓരോരോ പരിപാടി ഉണ്ട് ഗെയ്സ്.
വീട് താമസമൊക്കെ ഉണ്ട്, എക്സാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം ഒരു വന്ന് പോവാണ് കേട്ടോ. അതാ ദേവട്ടനൊക്കെ തന്നെ ഭയങ്കര സങ്കടത്തിലാണ്. ദേവട്ടൻ എന്താ ഇങ്ങോട്ട് വയ്ക്കുക ഉണ്ടാ അങ്ങനെ തൊടേണ്ട കാര്യമില്ല കണ്ടടാ. ദേവട്ടിക്ക് ഫുള്ള് ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ പോലാ.